നാസ് ഫീസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണിത്. ബാക്കിയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് EVS പരിസര പഠനം പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ വിവിധ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇതിന്റെ ഒന്നാമത്തെ സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രണ്ടാമത്തെ സെഷനിൽ അക്വാട്ടിക് പ്ലാന്റ്സ്, ജലസസ്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ആർ അക്വാട്ടിക് പ്ലാന്റ്സ്? എന്താണ് ജലസസ്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജലസസ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ജലത്തിൽ വളരുന്നതാണ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ സോയിൽ, മണ്ണിൽ വളരുന്നത് അല്ല. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ, ജലത്തിൽ വളരുന്നത് ആണ്. അത് ശരിയാണ്. ഗ്രോ ഇൻ എയറും ഗ്രോ ഇൻ സാൻഡും കൊടുത്തിട്ടുണ്ട്. വായുവിലും മണലിലും വളരുന്നത് അതൊന്നും അല്ല. ഉത്തരം എവിടെ വളരുന്നതാണ്? ജലത്തിൽ വളരുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്? അക്വാട്ടിക് പ്ലാന്റ്സിന്റെ, ജലസസ്യങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണ്? They have thick leaves, they have floating leaves or roots, they need dry condition to grow, they are found only in desert. മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്നു. ജലസസ്യങ്ങൾ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കാം. അടുത്തത്, ഡ്രൈ കണ്ടീഷൻസിൽ ആണ് വളരുന്നത്. ഡ്രൈ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ വരണ്ട കാലാവസ്ഥ. ജലസസ്യങ്ങൾ വരണ്ട കാലാവസ്ഥയിൽ വളരില്ല. അപ്പൊ അതും തെറ്റാണ്. ഫ്ലോട്ടിംഗ് ലീവ്സ്, റൂട്ട്സ് എന്നിവ ഉണ്ട്. ഒഴുകി നടക്കുന്ന ഇലകളും വേരുകളും. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ളത്. ദേ ഹാവ് തിക്ക് ലീവ്സ്, അത് തെറ്റാണ്. അപ്പോ ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബി ആണ്. ബാക്കി മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് വെട്ടി കളയാവുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്? അക്വാട്ടിക് പ്ലാന്റിന്റെ സവിശേഷതകൾ അല്ലാത്തത്, നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലാത്തത്. അഡാപ്റ്റഡ് ടു ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ, വെള്ളത്തിൽ ഒഴുകി നടക്കും. ഡെവലപ്ഡ് അണ്ടർ വാട്ടർ റൂട്ട് സിസ്റ്റം, അണ്ടർ വാട്ടർ റൂട്ട് സിസ്റ്റം ഉണ്ട്. തിക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഫോർ ആങ്കറിങ് ഇൻ സോയിൽ. ഇതെല്ലാം അതിന്റെ ഗുണങ്ങളാണ്. അതേസമയം നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു സർവൈവ് ഇൻ ഡ്രൈ കണ്ടീഷൻ, വരണ്ട കാലാവസ്ഥയിൽ വളരാൻ അതിന് അനുകൂലനം ഉണ്ട് എന്ന് പറയുന്നു. അത് തെറ്റാണ്. അനുകൂലനം ഉണ്ടോ? ഇല്ല. ഡ്രൈ കണ്ടീഷനിൽ അവ എന്ത് ചെയ്യില്ല? വളരുകയില്ല. വിച്ച് അക്വാട്ടിക് പ്ലാന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്പ് ഇൻ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ? ജലത്തിൽ ഒഴുകി നടക്കാൻ സഹായിക്കുന്ന സവിശേഷത എന്താണ്? എയർ ഫിൽഡ് ക്യാവിറ്റീസ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡീപ് റൂട്ട്, തിക്ക് ബാർക്ക് എന്നിവ ഉണ്ടെങ്കിൽ ഒഴുകി നടക്കാൻ സാധിക്കില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഈസ് യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ? കൾട്ടിവേഷന് വേണ്ടി, കൃഷിക്ക് വേണ്ടി, അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കാൻ, പുതിയ ചെടി നടാൻ, കൃഷി ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങൾ അവലംബിക്കുന്നു? പ്ലാന്റിംഗ് റൂട്ട്സ്, ലീവ്സ്, സ്റ്റെംസ് തുടങ്ങിയവയെല്ലാം. ഇപ്പൊ റൂട്ട്സ് നടാം, ലീവ്സ് നടാം, സ്റ്റെംസ് നടാം. അപ്പോൾ ഇതെല്ലാം ശരി എന്നുള്ളതിന് ആൾ ഓഫ് ദ എബോവ് എന്ന രീതിയിൽ ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ആൾ ഓഫ് ദ എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലാന്റിംഗ് മെത്തേഡ്? പ്ലാന്റിംഗ് മെത്തേഡിന് എക്സാമ്പിൾ അല്ലാത്തത്. ചോദ്യം ശ്രദ്ധിച്ചോളുക. അപ്പം നോട്ടാണ് ചോദിക്കുന്നെങ്കിൽ ഇല്ലാത്തത്, അല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. സീഡ്സ് നടാം, ലീവ്സ് നടാം, സ്റ്റെംസ് നടാം, ഫ്ലവേഴ്സ് നടാം. ഫ്ലവേഴ്സ് നട്ടാൽ പുതിയൊരു ഫ്ലവർ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. അപ്പോൾ പ്ലാന്റിംഗ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അക്വാട്ടിക് പ്ലാന്റ്സ് ഓഫൺ ഹാവ് വിച്ച് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം? താഴെ പറയുന്നതിൽ ഏത് റൂട്ട് സിസ്റ്റം ആണ്, ഏത് വേരുകളാണ് അവർക്ക് ഉള്ളത്?